ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 17ാമത്തെ ചാപ്റ്റർ ആട്ടോ നോക്കുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ 16ാമത്തെ ചാപ്റ്ററിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയി കാണണേ. എന്നാൽ നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് വരുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് തന്നെ എന്താണ്, ഒരു ഉദ്യാനത്തിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിന്റെ ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് കേട്ടോ. ചിത്രത്തിൽ ഏതെല്ലാം ജീവജാലങ്ങൾ കാണപ്പെടുന്നു, നിങ്ങൾ കണ്ടെത്തിയ ജീവജാലങ്ങൾ ഏതെല്ലാം രീതിയിൽ തരംതിരിക്കാം, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ പാപ്പുവ ന്യൂഗിനിയിലെ ഒരു മരത്തിന്റെ ഉപരിതലത്തിൽ 173 ഇനം ലൈക്കനുകളെ കണ്ടെത്തി. ഉഷ്ണമേഖലാ വനങ്ങളിൽ മറിഞ്ഞിരിക്കുന്ന ജൈവ വൈവിധ്യത്തിന്റെ തോത് ഈ കണ്ടെത്തൽ സൂചിപ്പിക്കുന്നു. ഇവിടെ 2024 ഇന്ത്യയിൽ 683 എണ്ണം പുതിയ സ്പീഷീസുകളെ കണ്ടെത്തി. പുതിയ ജന്തുജാലങ്ങളെ കണ്ടെത്തുന്ന 101 സ്പീഷീസുകളുമായി കേരളം 1ാം സ്ഥാനം നേടി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ വാർത്തകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു ശ്രദ്ധിച്ച് മനസ്സിലാവും. സ്പീഷീസുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാണ് അല്ലെ എന്താണെന്നുള്ളത്. അപ്പൊ ഇവിടെ ലൈക്കനുകൾ എന്താന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചില ആൽഗകളോ സയനോ ബാക്ടീരിയകളോ ചില ഇനം ഫംഗസുകൾക്കുള്ളിൽ വസിക്കുന്നു. ഫംഗസ് ഘടനയും സംരക്ഷണവും നൽകുമ്പോൾ ആൽഗകളോ സയനോ ബാക്ടീരിയകളോ പ്രകാശ സംശ്ലേഷണത്തിലൂടെ 2 ജീവികൾക്കും ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു. ഫംഗസ് ആൽഗ അല്ലെങ്കിൽ ഫംഗസ് സയനോ ബാക്ടീരിയ ചേർന്നുള്ള സഹജീവനമാണ് ലൈക്കനുകൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. എന്താ ലൈക്കനുകൾ എന്നാണ് ഇവിടെ കൊടുത്തത്, ഇമ്പോർട്ടന്റ് ആണ്. ചിത്രം 17.2 നിരീക്ഷിച്ച് ജീവികളുടെ വാസസ്ഥലങ്ങൾ ഏതെന്ന് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ ആദ്യത്തെ എന്താണ്, ചെമ്പരത്തിന്റെ ചിത്രമാണ് അല്ലെ. ചെമ്പരത്തിയുടെ കരയിലാണ് ഉണ്ടാവാറുള്ളത്, കരയിൽ പൂന്തോട്ടത്തിലാണ്. അതുപോലെ പിന്നെ എന്താണ്, മത്സ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എവിടെയാണ് മത്സ്യങ്ങള്, ജലത്തിലാണ് ഉണ്ടാവാറുള്ളത്. അതുപോലെ തവള എന്താണ്, തവള കരയിലും ജലത്തിലും ഉണ്ട്, ആംഫീബിയൻ ആണ് അല്ലെ. അതുപോലെ എന്താണ്, ഇവിടെ മഞ്ഞുകരടി, മഞ്ഞ് പ്രദേശങ്ങളിലാണ് അല്ലെ. ഓക്കെ, മഞ്ഞു പ്രദേശങ്ങളിലാണ്, കരയിൽ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ഇനി ഓരോ ജീവിയും ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് വിളിക്കുന്നത് കേട്ടോ. നമ്മൾ 5ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്ററിലും പഠിച്ചിട്ടുണ്ട്. ആവാസം എന്താണ്, ഓരോ ജീവിയും ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ കോറൽ റീഫ്, കണ്ടൽക്കാട്, മരുഭൂമി, നീർത്തടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതില് എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ഈ ആവാസങ്ങൾ ജീവികളുടെ നിലനിൽപ്പിനെ സഹായിക്കുന്ന അജീവീയ ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് കേട്ടോ. അതിനു മുമ്പായിട്ട് ഈ ആവാസങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ജീവികൾ ഏതെല്ലാമാണെന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ആവാസങ്ങളിൽ മാത്രം ജീവിക്കുന്ന ജീവികൾ, ഈ ആവാസങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ജീവികൾ ഏതെല്ലാം? ആദ്യം കോറൽ റീഫാണ്, പിന്നെ കണ്ടൽക്കാട്, പിന്നെ മരുഭൂമി, പിന്നെ എന്താണ്, നീർത്തടങ്ങളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് കോറൽ റീഫാണ്. കോറൽ റീഫിൽ എന്തൊക്കെ ജീവികളാണ് ജീവിക്കുന്നത് നമുക്കറിയാം. കോറൽ റീഫിൽ എന്താണ്, വിവിധ ഇനം പവിയങ്ങളും അതുപോലെ എന്താണ് മത്സ്യങ്ങളും ഉണ്ടാവട്ടെ. അതുപോലെ ക്ലൗൺ ഫിഷ്, കടൽ കുതിര, അവിടെയൊക്കെ ഇത് കോറൽ റീഫിൽ കാണപ്പെടുന്നതാണ്. ഇനി കണ്ടൽക്കാടുകളിലോ കണ്ടൽ ചെടികൾ ഉണ്ട് അല്ലെ, കണ്ടൽ ചെടികള്, അതുപോലെ കടൽ ഞണ്ടുകള്, പൂമീനുകള്, അതുപോലെ എന്താണ് ചതുപ്പ് നിലങ്ങളിൽ കാണുന്ന വിവിധ ഇനം ഉരകങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കണ്ടൽക്കാട് കാണാൻ പറ്റും. പിന്നെ മരുഭൂമിയിൽ ഒട്ടകണ്ട്, പിന്നെ മണല് മൂർക്കൻ, അതായത് മണലിൽ ഉണ്ടാവുന്ന മൂർക്കൻ പാമ്പുണ്ടാവും, പിന്നെ മണൽ എലികൾ ഉണ്ടാവും, അതുപോലെ കള്ളിച്ചെടികളൊക്കെയാണ് മരുഭൂമിയിൽ കാണാൻ പറ്റുക. പിന്നെ നീർത്തടങ്ങളിൽ നീർക്കോലി, തവളകള്, അതുപോലെ വിവിധ ഇനം നീർപക്ഷികള്, ആമകളൊക്കെ ഈ ഒരു നീർത്തടങ്ങളിൽ കാണാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ഈ ആവാസങ്ങൾ ജീവികളുടെ നിലനിൽപ്പിനെ സഹായിക്കുന്ന അജീവീയ ഘടകങ്ങൾ ഏതെല്ലാം എന്നാണ് കേട്ടോ. ഫസ്റ്റ് എന്താണ്, സൂര്യപ്രകാശം പറയല്ലേ, സൺലൈറ്റിലെ. അതായത് സസ്യങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണമായി ആഹാരം നിർമ്മിക്കാനൊക്കെ സൂര്യപ്രകാശം അത്യാവശ്യമാണ്. പിന്നെ അടുത്തത് ജലമാണ് അല്ലെ. എല്ലാ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജലം അനിവാര്യമാണ്. പിന്നെ വായു, അതായത് ശ്വസനത്തിനായി ജീവികൾക്ക് ഓക്സിജനും ആഹാര നിർമ്മാണത്തിന് സസ്യങ്ങൾക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ലഭ്യമാകണം അല്ലെ. പിന്നെ മണ്ണ്, സോയിൽ, അതായത് സസ്യങ്ങൾക്ക് വളരാൻ ആവശ്യമായ ധാതുക്കളും ലവണങ്ങളും ഒക്കെ നൽകുന്നത് മണ്ണാണ്. പിന്നെ താപനില അല്ലെ, താപനില പറയാൻ പറ്റും, ടെമ്പറേച്ചർ, അതായത് ഓരോ ആവാസ വ്യവസ്ഥയിലെയും താപനില അവിടുത്തെ ജീവികളുടെ അതിജീവനത്തെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ ധാതു ലവണങ്ങളിലെ മണ്ണിലും വെള്ളത്തിലൊക്കെ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം, നൈട്രജൻ, ഫോസ്ഫറസ് തുടങ്ങിയ ലവണങ്ങളൊക്കെ ജീവികളുടെ വളർച്ചയെ സഹായിക്കുന്നു. ഇതൊക്കെയാണ് അജീവീയ ഘടകങ്ങൾ. ഏതൊക്കെയാ പറഞ്ഞത്, ധാതു ലവണങ്ങള്, താപനില, അതുപോലെ പിന്നെ എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മണ്ണ്, വായു, കാർബൺ, പിന്നെ എന്തായിരുന്നു, ജലം, സൂര്യപ്രകാശം ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി ഇവിടെ ഒരു നിശ്ചിത സ്ഥലത്ത് കാണപ്പെടുന്ന പരസ്പരം ആശ്രയിക്കുന്ന സസ്യങ്ങളും ജന്തുക്കളും സൂക്ഷ്മജീവികളും അജീവീയ ഘടകങ്ങളും ചേർന്നതാണ് ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്, ഒരു എക്കോസിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, ഒരു നിശ്ചിത സ്ഥലത്ത് കാണപ്പെടുന്ന പരസ്പരം ആശ്രയിക്കുന്ന സസ്യങ്ങളും ജന്തുക്കളും സൂക്ഷ്മജീവികളും അതുപോലെ അജീവീയ ഘടകങ്ങളും ചേർന്നതാണ് ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ. ഓക്കെ,
ഇനി ഓരോ ആവാസ വ്യവസ്ഥയിലും വൈവിധ്യമുള്ള നിരവധി ജീവികൾ ഉണ്ടാകുമല്ലോ. നിങ്ങളുടെ പരിസരത്തുള്ള ജൈവവൈവിധ്യോദ്യാനത്തിലെ വ്യത്യസ്ത ആവാസ വ്യവസ്ഥകൾ നിരീക്ഷിക്കാനൊക്കെ കുട്ടികൾക്കുള്ള വർക്കാണ്. ഇനി ഇവിടെ പലതരം ചെമ്പരത്തികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, പലതരം ഉറുമ്പുകളുടെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. ലോകമെമ്പാടുമായി 15,000-ലധികം ഇനം ഉറുമ്പുകളുടെ ശാസ്ത്രജ്ഞർ കണ്ടെത്തി പേരിട്ടിട്ടുണ്ട്. കാടുകളിലും മരുഭൂമികളിലും മണ്ണിനടിയിലും ഇനിയും ധാരാളം ഇനങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നു. എന്തുകൊണ്ട് ഇത്രയധികം വ്യത്യസ്ത തരം ഉറുമ്പുകൾ ഉള്ളത്? 100 ദശലക്ഷം വർഷത്തിലേറെയായി ഉറുമ്പുകൾ ഭൂമിയിൽ കാണപ്പെടുന്നു. മരുഭൂമികൾ, മഴക്കാടുകൾ, പർവ്വതങ്ങൾ എന്നിങ്ങനെ പല സ്ഥലങ്ങളിൽ അതിജീവിക്കാൻ അവയ്ക്ക് കഴിയുന്നു. ആവാസത്തോട് ഇണങ്ങിക്കഴിയാനുള്ള അനുകൂലനങ്ങൾ പരിണമിച്ചു എന്നതാണ് ഇത്രയധികം ഇനങ്ങൾ രൂപപ്പെടാൻ കാരണമെന്ന് മനസ്സിലാക്കണമല്ലോ. പിന്നീട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളും ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുമല്ലോ. ഇവയെ എങ്ങനെ നിരീക്ഷിക്കാന്നൊക്കെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അടുത്തത് ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്താണെന്നാണ്. ഓക്കെ, എന്താണ് ജൈവ വൈവിധ്യം? ജൈവ വൈവിധ്യത്തിലെ വിവിധ തലങ്ങൾ ഉൾപ്പെടുത്തിയ ചിത്രീകരണമാണ് കൊടുത്തത്. ആവാസ വ്യവസ്ഥാ വൈവിധ്യം, ആവാസ വ്യവസ്ഥ തലത്തിലെ വൈവിധ്യം. ജീവജാതി വൈവിധ്യം, സ്പീഷീസ് തലത്തിലെ വൈവിധ്യന്റെ. ജനിതക വൈവിധ്യം, ഒരു സ്പീഷീസിലെ വൈവിധ്യം. ജനറ്റിക് ഡൈവേഴ്സിറ്റി, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ചുവടെ തന്നിരിക്കുന്ന ഓരോന്നും ജൈവ വൈവിധ്യത്തിന്റെ ഏത് തലത്തെ സൂചിപ്പിക്കുന്നു എന്ന് തിരിച്ചറിയാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കാം. എന്തൊക്കെയാണ്? ഫസ്റ്റ്, ഇന്ത്യയിൽ 50,000-ലധികം അരിയിനങ്ങൾ, 100-ലധികം മാവിനങ്ങളും ഉണ്ട്. ഇത് ഏത് തലത്തിലാണ് ഉൾപ്പെടുന്നത് നാട്ടെ ഇവയോരും. രണ്ടാമത്തത്, ഒരു വനത്തിൽ ആനകൾ, കുരങ്ങുകൾ, പക്ഷികൾ, പാമ്പുകൾ, പുല്ലുകൾ തുടങ്ങിയ ബാക്ടീരിയകളും വരെയുണ്ട്. ഒരു ഗ്രാമത്തിൽ വയലുകളും തെങ്ങിൻതോപ്പുകളും കുന്നുകളും നദികളും ചതുപ്പുകളും ഉണ്ട് എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഓരോന്നും ഏതൊക്കെ തലങ്ങളിലാണ് ഉൾപ്പെടുന്നതെന്നാണ് കേട്ടോ. ആദ്യത്തത് എന്താണ്? ഇന്ത്യയിൽ 50,000-ലധികം അരി ഇനങ്ങളും 100,000-ലധികം മാവിനങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇത് ജനിതക വൈവിധ്യത്തിലാണ് ഉൾപ്പെടുന്നത് കേട്ടോ. ജനിതക വൈവിധ്യത്തിലാണ്. അടുത്തത്, ഒരു വനത്തിൽ ആനകൾ, കുരങ്ങുകൾ, പക്ഷികൾ, പാമ്പുകൾ, പുല്ലുകൾ തുടങ്ങിയ ബാക്ടീരിയകൾ വരെ ഉണ്ട് എന്നാണ് അടുത്തത്. അത് നമുക്ക് സ്പീഷീസ് വൈവിധ്യം എന്ന് പറയാൻ പറ്റും. സ്പീഷീസ് വൈവിധ്യം. ഓക്കെ, സ്പീഷീസ് വൈവിധ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത പ്രദേശത്ത് കാണപ്പെടുന്ന വിവിധതരം ജീവിവർഗങ്ങളുടെ എണ്ണത്തെയും സാന്നിധ്യത്തെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇനി ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യമാണ് എന്ത്? ഒരു ഗ്രാമത്തിലെ വയലുകളും തെങ്ങിൻതോപ്പും കുന്നുകളും നദികളും ചതുപ്പുകളും ഉണ്ട് എന്നുള്ളത് ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യമാണ് കേട്ടോ. ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യമായിട്ട്, അതായത് ഒരു വലിയ ഭൂപ്രദേശത്തുള്ള വിവിധ തരത്തിലുള്ള ആവാസ വ്യവസ്ഥകളുടെ, അതായത് കര, ജലം, വനം തുടങ്ങി ഇതിന്റെ സാന്നിധ്യത്തെയാണ് ഈ ഒരു ആവാസ വ്യവസ്ഥാ വൈവിധ്യം എന്ന് പറയുന്നത് കേട്ടോ. ഗ്രാമത്തിലെ വയലുകള്, തെങ്ങിൻ തോപ്പുകള്, കുന്നുകള്, നദികളൊക്കെയാണ് പറഞ്ഞില്ലേ, അതപ്പോ ആവാസ വ്യവസ്ഥാ വൈവിധ്യമാണ്. ഇനി ഇവിടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു നിർവചനം, ഒരു ഡെഫിനിഷൻ ആണ് കൊടുത്തത്. നോക്കാം എന്തൊക്കെയാണ്. ഭൂമിയിൽ വസിക്കുന്ന സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ തുടങ്ങി വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസവും ചേർന്നതാണ് ജൈവ വൈവിധ്യം. ഭൂമിയിൽ വസിക്കുന്ന സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ തുടങ്ങി വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസവും ചേർന്നതാണ് എന്ത്? ജൈവ വൈവിധ്യം. സൈഡിലായിട്ട് എന്താ കൊടുത്തത്? ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ സത്യഭാമ ദാസ് ബിജു. ഡോക്ടർ സത്യഭാമ ദാസ് ബിജു അല്ലെങ്കിൽ SD ബിജു ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നുണ്ട്. ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ സത്യഭാമ ദാസ് ബിജു ആണ് കേട്ടോ, ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ. പശ്ചിമഘട്ടത്തിലെ നിരവധി പുതിയ തവള ഇനങ്ങളെ അദ്ദേഹം കണ്ടെത്തി. വിവിധ ആവാസങ്ങളിലുള്ള തവളകളെ കുറിച്ച് അദ്ദേഹം ഗവേഷണം നടത്തുകയും അവ പരിസ്ഥിതിക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് തെളിയിക്കുകയും ചെയ്തു. മലിനീകരണവും ആവാസ വ്യവസ്ഥയുടെ ശോഷണവും മൂലം തവളകൾ നേരിടുന്ന ഭീഷണിയെക്കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പ്രകൃതിയെയും ജൈവ വൈവിധ്യത്തെയും സംരക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രചോദനമേകുന്നു കേട്ടോ. അപ്പൊ ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ സത്യഭാമ ദാസ് ബിജു ആണ്. ഇനി ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യമാണ്. ഇവിടെ ഒരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മെയ് 22 ലോക ജൈവ വൈവിധ്യ ദിനം. ഇമ്പോർട്ടന്റ് ആണ്. മെയ് 22 ആണ് എന്ത്? ലോക ജൈവ വൈവിധ്യ ദിനം. നമ്മുടെ ജൈവ വൈവിധ്യം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ആരോഗ്യം. മനുഷ്യരുൾപ്പെടെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജൈവവൈവിധ്യം നൽകുന്ന പങ്കിനെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു പോസ്റ്റർ
മനസ്സിലാക്കാൻ പറ്റുന്നത് പോസ്റ്ററിൽ. ജൈവവൈവിധ്യം ഓരോ ജീവിക്കും എങ്ങനെ പ്രയോജനപ്പെടുന്നു ഇക്കാര്യങ്ങളെ കുറിച്ച് വിവരശേഖരണം നടത്തി കുട്ടികൾക്കുള്ള ഒരു വർക്കാട്ടോ സെമിനാർ സംഘടിപ്പിക്കാനും. ഇവിടെ സൈഡിൽ കൊടുത്ത് നോക്കി, ഇന്ത്യ ഒരു മെഗാ ജൈവ വൈവിധ്യ രാജ്യം. ലോകത്തിലെ ഭൂവിസ്തൃതിയുടെ 2.4% മാത്രമുള്ള ഇന്ത്യയിൽ 45,000-ത്തിലധികം സസ്യജാലങ്ങളും പിന്നെന്താണ് 91,000-ത്തിലധികം ജന്തുജാലങ്ങളുമുണ്ട്. ഇത് ലോകത്ത് ഇന്നേ വരെ രേഖപ്പെടുത്തിയ ജീവികളുടെ 8% വരെ എത്തും. ആഗോളതലത്തിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള 34 ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ 4 ഹിമാലയം, പശ്ചിമഘട്ടം, ആസാം ഉൾപ്പെടെ വടക്കുകിഴക്കൻ മേഖല, നിക്കോബാർ ദ്വീപുകൾ ഇന്ത്യയിലാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള നോക്കി, ആഗോളതലത്തിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള 34 ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ 4 അതായത് ഹിമാലയവും, പശ്ചിമഘട്ടം, അസാം ഉൾപ്പെടെയുള്ള വടക്കുകിഴക്കൻ മേഖല, അതുപോലെ നിക്കോബാർ ദ്വീപുകളും ഇതൊക്കെ ഇന്ത്യയിലാണെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ആഗോളതലത്തിൽ തിരിഞ്ഞ 34 ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ 4 ഇന്ത്യയിലാണുള്ളത്. ഓക്കെ, ഇനി ജൈവ വൈവിധ്യവും ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയും. ഒരു ആഹാര ശൃംഖലയുടെ ചിത്രീകരണമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് കേട്ടോ. എന്താണ് ഈ ഒരു ചിത്രീകരണത്തിൽ കാണാൻ പറ്റുന്നത്? നെല്ല്, പ്രാഥമിക നെല്ല്, അതുപോലെ പിന്നെ എലി, പിന്നെ പാമ്പ്, പരുന്ത്. ഓക്കെ, ഒരു ആഹാര ശൃംഖലാണ് നൽകിയിട്ടുള്ളത്. നെല്ല് ഉൽപാദകർ, എലി പ്രാഥമിക ഉപഭോക്താവാണ്, പാമ്പ് ദ്വിതീയ ഉപഭോക്താവാണ്, പരുന്ത് തൃതീയ ഉപഭോക്താവാണ് കേട്ടോ. ഓക്കെ, ബാക്ടീരിയ, ഫംഗസ് ഒക്കെ വിഘാടകരാണ്. വിഘാടകർ, ഈ വിഘാടകർ എന്താണ് ഈ ഒരു 4 ഘട്ടത്തിലും ഉൾപ്പെടുന്നുണ്ട് കേട്ടോ വിഘാടകര്. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഫസ്റ്റ്? ആഹാര ശൃംഖല ആരംഭിക്കുന്നത് ആരിൽ നിന്നാണെന്നല്ലേ? ആരിൽ നിന്നാണ് ആഹാര ശൃംഖല ആരംഭിക്കുന്നത്? സസ്യങ്ങളിൽ നിന്ന്. ഇവിടെ നെല്ലിൽ നിന്നാണ് കൊണ്ട് നമുക്ക് സസ്യങ്ങളിൽ നിന്നാണെന്ന് പറയാം. ഓക്കെ, രണ്ടാമതായിട്ട് ഹരിതസസ്യങ്ങളെ ഉൽപാദകർ എന്ന് വിളിക്കാൻ കാരണം എന്താണെന്നാണ് കേട്ടോ. അതായത് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ പ്രകാശ സംശ്ലേഷണം വഴി സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യുന്നവരാണ് ആര്? സസ്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ സസ്യങ്ങളെ ഉൽപാദകർ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നത്. അടുത്ത ഉപഭോക്താക്കൾ ആരെല്ലാമാണ്? ഓക്കെ, ഉപഭോക്താക്കൾ ആരെല്ലാമാണ് ഈ ശൃംഖലയിൽ? നമുക്ക് ഉപഭോക്താക്കൾ ആരൊക്കെയാണ് കാണാൻ പറ്റുന്നത്? പ്രാഥമിക ഉപഭോക്താവായിട്ടുള്ള എലി, അതുപോലെ ദ്വിതീയ ഉപഭോക്താവായിട്ടുള്ള പാമ്പ്, തൃതീയ ഉപഭോക്താവായിട്ടുള്ള പരുന്തും. ഓക്കെ, ഇനി പ്രാഥമിക ഉപഭോക്താക്കളുടെ പ്രത്യേകത എന്ത് എന്നാണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ. പ്രാഥമിക ഉപഭോക്താക്കളുടെ പ്രത്യേകത എന്താണ്? സസ്യങ്ങളെ നേരിട്ട് ആഹാരമാക്കുന്ന ജീവികളെയാണ് നമ്മൾ പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. ഇവിടെ നെല്ല് നേരിട്ട് ഭക്ഷണമാക്കുന്നത് എലിയാണ്. ഇവിടുത്തെ പ്രാഥമിക ഉപഭോക്താവ് കേട്ടോ. അപ്പൊ പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് വിളിക്കും. ഇവ സാധാരണയായിട്ട് സസ്യബുക്കുകളായിരിക്കും കേട്ടോ. ഓക്കെ, കൂടുതലും സസ്യബുക്കുകളായിരിക്കും. മുയല്, അതുപോലെ പിന്നെന്താണ്, അതുപോലെ തന്നെ എലി, ഇതൊക്കെ നമുക്ക് പ്രാഥമിക ഉപഭോക്താക്കളിൽ വരുന്നതാണ്. ഇനി മാന്, ഇതൊക്കെ കേട്ടോ പ്രാഥമിക ഉപഭോക്താക്കളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ദ്വിതീയ ഉപഭോക്താക്കളുടെ പ്രത്യേകത എന്താണ്? പ്രാഥമിക ഉപഭോക്താക്കളെ ആഹാരമാക്കുന്ന ജീവികളാണ് ദ്വിതീയ ഉപഭോക്താക്കൾ കേട്ടോ. അവര് എന്തായിരിക്കും? മാംസബുക്കുകളായിരിക്കും, കാർണിവോറസ് ആയിരിക്കും. ഇതില് പാമ്പാണ് ദ്വിതീയ ഉപഭോക്താവ്. ഇനി അടുത്തത് തൃതീയ ഉപഭോക്താക്കൾ ആരാണെന്നാണ് കേട്ടോ. ഇതില് തൃതീയ ഉപഭോക്താവ് നമുക്കറിയാം പരുന്താണ് അല്ലെ. എന്താണ്? ദ്വിതീയ ഉപഭോക്താക്കളെ ഭക്ഷണമാക്കുന്ന ജീവികളാണ് തൃതീയ ഉപഭോക്താക്കൾ. ഇനി ഇവിടെ ആഹാര ശൃംഖലയിലെ വിഘാടകരുടെ പങ്ക് എന്താണെന്നാണ് കേട്ടോ. അപ്പൊ ചത്ത ജീവികളെയും സസ്യങ്ങളെയൊക്കെ അഴുകിച്ച് ലളിതമായ ഘടകങ്ങളാക്കി മണ്ണിലേക്ക് തിരികെ ചേർക്കുന്നു എന്നാണ് വിഘാടകരുടെ ജോലി. ഓക്കെ, അപ്പൊ പങ്ക് എന്നറിയാം. അപ്പൊ ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെ ഇതിന് ഉദാഹരണമാണ് കേട്ടോ, വിഘാടകർക്ക് ഉദാഹരണമാണ്. ഓക്കെ, വ്യവസ്ഥയിൽ കാണപ്പെടുന്ന പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ആഹാര ശൃംഖലകളാണ് ആഹാര ശൃംഖലാജാലം. അപ്പൊ ഒരു ആവാസ വ്യവസ്ഥയിൽ കാണപ്പെടുന്ന പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ആഹാര ശൃംഖലകളാണ് ആഹാര ശൃംഖലാജാലം. നൽകിയിരിക്കുന്ന ജീവജാലങ്ങളെ ഉൾപ്പെടുത്തി ഒരു ആഹാര ശൃംഖലാജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് നിർമ്മിച്ച് നോക്കൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറെ ജീവജാലങ്ങൾ തന്നിട്ടുണ്ട്. ഇവയെ ഉപയോഗിച്ച് നമ്മളോട് ഒരു ആഹാര ശൃംഖലാജാലം നിർമ്മിക്കാനാണ് പറയുന്നത്. പിന്നെ വിഘാടകർ എന്താണ് അല്ലെങ്കിൽ ഡീകമ്പോസേഴ്സ് എന്താണ് കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ആവാസ വ്യവസ്ഥയിലെ മൃതശരീരങ്ങളിലെയും മറ്റു അവശിഷ്ടങ്ങളിലെയും സങ്കീർണ തന്മാത്രങ്ങളെ വിഘടിപ്പിച്ച് ലഘു തന്മാത്രകളാക്കി പ്രകൃതിയിലേക്ക് തിരിച്ചെത്തിക്കുന്ന ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ ജീവികളാണ് വിഘാടകർ. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ള ജീവികള് സസ്യം, മാൻ, മുയൽ, എലി, പാമ്പ്, പുൽച്ചാടി തന്നിട്ടുണ്ട്. പിന്നെ അണ്ണാൻ, കടുവ, കുറുക്കൻ, കഴുകൻ, തവള, ഓന്തൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഉപയോഗിച്ച് നമ്മളോട് ഒരു ആഹാര ശൃംഖലാജാലം നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെ നോക്കാം. സസ്യം നമുക്കറിയാം, സസ്യം. പിന്നെ നമുക്ക് എന്താണ്
പിന്നെ ഒന്നാമത്തെ നമുക്ക് സസ്യം. ഓക്കെ, സസ്യം. പിന്നെ പുൽച്ചാടി, പിന്നെ എന്താക്കാം, തവള, പിന്നെ പാമ്പ്, പിന്നെ പാമ്പിനെ ഭക്ഷണമാക്കുന്ന കഴുകന്. ഒന്ന് നമുക്ക് ഇങ്ങനെ എഴുതട്ടോ. ഓക്കെ, പിന്നെ എന്ന് എഴുതാം, സസ്യം. അടുത്തത് ഒന്നാമത്തതാണിത്. രണ്ടാമത്തെ നമുക്ക് എങ്ങനെ എഴുതാം, സസ്യം. പിന്നെന്താണ്, മുയല്, കുറുക്കൻ, കടുവ. ഓക്കെ, പിന്നെ ഒന്നുകൂടെ നമുക്ക് എഴുതി വെക്കാം. പിന്നെന്താണ്, സസ്യം, അതുപോലെ പുൽച്ചാടി, പിന്നെ ഓന്ത്, പാമ്പ്. ഓക്കെ, ഇത് 3 വിധത്തിലുള്ള ആഹാര ശൃംഖലകളാണ് കേട്ടോ. പോഷണതലങ്ങൾ. അപ്പൊ ഫസ്റ്റ് നമ്മൾ എപ്പോഴും എന്താണ്, ഉൽപാദകരിൽ നിന്ന് തുടങ്ങണം. ഉൽപാദകർ എപ്പോഴും എന്തായിരിക്കും, സസ്യങ്ങളായിരിക്കും. ഇനി പോഷണതലങ്ങൾ, ആഹാര ശൃംഖലാജാലത്തിലെ ജീവജാലങ്ങളെ മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ച് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പോഷണതലം 2, 3, 1, പോഷണതലം 1, 2, 3, 4, 4. പോഷണതലം 1 ഉൽപാദകരാണ്. രണ്ടാമത്തെ തലത്തിൽ പ്രാഥമിക ഉപഭോക്താക്കളാണ്. 3 ദ്വിതീയ ഉപഭോക്താക്കൾ. 4 തൃതീയ ഉപഭോക്താക്കൾ. ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ് പോഷണതലം. ഭക്ഷ്യശൃംഖലകൾ ആരംഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നായതിനാൽ അവയെ 1-ാം പോഷണതലത്തിൽ പെടുത്താം. സസ്യങ്ങളിൽ നിന്ന് നേരിട്ട് പോഷണം സ്വീകരിക്കുന്ന സസ്യാഹാരികളെ 2-ാം പോഷണതലത്തിലും സസ്യാഹാരികളെ ഭക്ഷിക്കുന്ന മാംസാഹാരികളെ 3-ാം പോഷണതലത്തിലും പെടുത്താം. 3-ാം പോഷണതലത്തിലെ ജീവികളെ ഇരയാക്കുന്ന ജീവികളാണ് 4-ാം പോഷണതലത്തിൽ ഉൾപ്പെടുന്നത്. ഭക്ഷ്യശൃംഖലാജാലം സങ്കീർണമാകുന്നതിനനുസരിച്ച് ഒരു ജീവി തന്നെ വിവിധ പോഷണതലങ്ങളിൽ ഉൾപ്പെടാം എന്ന് പറയുന്നുണ്ട്. വ്യവസ്ഥയിലെ പ്രതിപ്രവർത്തനങ്ങൾ. ചിത്രീകരണം 17.5 വിവിധ ജോഡി ജീവജാലങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത്തരം ബന്ധങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഫസ്റ്റത്തത് നായയും ചെള്ളും തമ്മിലുള്ള ഒരു എന്താ പറഞ്ഞിട്ടുള്ളത് ബന്ധാണ്. പരാതജീവനാണ് കേട്ടോ. പരാതജീവനം അല്ലെങ്കിൽ പാരസൈറ്റിസം. എന്താണ്, ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം. പരാതം ആഹാരത്തിന് ആതിഥേയ ജീവിയെ ആശ്രയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ പരാതജീവൻ എന്ന് പറഞ്ഞാൽ ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരമാണ് കേട്ടോ. പരാതം ആഹാരത്തിനായിട്ട് ആതിഥേയ ജീവിയെ ആശ്രയിക്കുന്നു. ഓക്കെ, ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം, കൂടുതലായിട്ട് ഉദാഹരണം മനുഷ്യരീരത്തിലെ പേന്, കൊതുക്, ഇതൊക്കെ പരാതജീവനം തന്നെ കേട്ടോ. സസ്യങ്ങളിൽ പടർന്നു പിടിക്കുന്ന മൂടില്ലാത്ത ആളെയും പരാതജീവനം പാരസൈറ്റിസത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, പേന്, കൊതുക്, അതുപോലെ മൂടില്ലാത്ത ആള് ആണ്. ഓക്കെ, അടുത്തത് ഇരപിടിത്താണ് കേട്ടോ. പ്രെഡേഷൻ ആണ്. എന്താണ്, പരുന്തും കോയും തമ്മിലുള്ള ഒരു ബന്ധം ഇരപിടിത്താണ്. അത് ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം. ഇരപിടിയന് ഭക്ഷണമാകുന്നു കേട്ടോ. ഓക്കെ, ഒന്നിന് ഗുണകരാണ് മറ്റേതിന് ദോഷകരം. ഇരപിടിയന് ഭക്ഷണമാകുന്നു. അപ്പൊ ഇരപിടുത്തത്തിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൂച്ചയും എലിയും പറയാവുന്ന, ഒരു സിംഹവും മാനും കേട്ടോ. പൂച്ചയും എലിയും അതുപോലെ എന്താണ് നമ്മൾ പറഞ്ഞത്, സിംഹവും മാനൊക്കെ ഇരപിടുത്തത്തിന് എക്സാമ്പിൾ ആണ്. അടുത്ത മരവായും മരവും തമ്മിലുള്ള ബന്ധം എന്താണ്, കമൻസലിസ് ആണ് കേട്ടോ. കമൻസലിസം എന്താണ്, ഒന്നിന് ഗുണകരം മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല. ഓക്കെ, മരവായും മരവും തമ്മിലുള്ളത് കമൻസലിസ് ആണ്. അതിന് കൂടുതൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, അതായത് തിമിംഗലങ്ങളുടെ ശരീരത്തിൽ ഒട്ടിപ്പിച്ചിരിക്കുന്ന ബാർണക്കിൾസ് കേട്ടോ. അതുപോലെ നമുക്ക് പശുവും കൊക്കും പറയാം കേട്ടോ. കമൻസിലസിന് അദ്ദേഹത്തിന് 2 എക്സാമ്പിൾ ആണ് പറഞ്ഞത്, തിമിംഗലവും അതുപോലെ ബാർണക്കിൾസും. അതുപോലെ പിന്നെന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് പശുവും കൊക്കും. അടുത്തത് മ്യൂച്വലിസം. മ്യൂച്വലിസം എന്ന് പറഞ്ഞാല് സസ്യവും പൂമ്പാറ്റയും തമ്മിലുള്ള ബന്ധം മ്യൂച്വലിസം. 2 ജീവികൾക്കും ഗുണകരാണല്ലേ. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും, അതുപോലെ പൂക്കളും തേനീച്ചയും ഇല്ലേ, പൂക്കൾക്ക് പരാഗണം നടക്കുമ്പോൾ എന്താണ്, തേൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ ലൈക്കനുകൾ കേട്ടോ, അതായത് ഫംഗസും ആൽഗയും തമ്മിലുള്ള സവാസം, ഇതൊക്കെ മ്യൂച്വലിസം. ഫംഗസും ആൽഗയും തമ്മിലുള്ള എന്താണ്, മ്യൂച്വലിസ് ആണ്. അതുപോലെ തന്നെ എന്താണ്, പൂക്കളും തേനീച്ചയും സസ്യവും പൂമ്പാറ്റയും ഒക്കെ തമ്മിലുള്ളത് മ്യൂച്വലിസ് ആണ്.
വിളയും കളയും തമ്മിലുള്ള ബന്ധം മത്സരമാട്ടോ. തുടക്കത്തിൽ രണ്ടിനും ദോഷമാണ്, പിന്നീട് വിജയിക്കുന്നതിന് ഗുണമാണ് കിട്ടുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കൂടുതൽ സൂര്യപ്രകാശത്തിനായി കാട്ടിലെ മരങ്ങൾ തമ്മിലുള്ള മത്സരം, അതുപോലെ ഒരേ കാട്ടിലെ പുല്ലിനായി മത്സരിക്കുന്ന മാനുകളും കാട്ടുപോത്തുകളും, ഇതൊക്കെ മത്സരത്തിൽ പെടുന്നതാണ് കേട്ടോ. തുടക്കത്തിൽ രണ്ടിനും ദോഷമാണ്, പിന്നീട് വിജയിക്കുന്നതിന് ഗുണമാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഈ ഒരു പാഠഭാഗത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഭാഗം ഇതാണ് കേട്ടോ. ഓക്കെ, ഇത് ഒരുപാട് തവണ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ആക്കി ഇട്ടോ. ഓക്കെ, ഒരുപാട് കംപ്ലീറ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ക്ലാസ്സിന്റെ ലെങ്ത് ഒരുപാട് കൂടും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇത്രേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.